Orwell is one of those authors who does his best to irritate the reader. Does his best to irritate the reader. അല്ലേ? യെസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൻ്റെ റൂൾസ് പറഞ്ഞു പോയ കൂട്ടത്തിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ പ്രൊനൗൺ ഡിസ്കസ് ചെയ്ത സമയത്ത് പ്രൊനൗണിൽ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഹൂ, വാട്ട്, അതേപോലെ വിച്ച്, ദാറ്റ്, ഹൂം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറച്ച് റിലേറ്റീവ് ആ ഒരു ടോപ്പിക്ക് പ്രൊനൗൺസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളും. നമുക്ക് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടെങ്കിൽ, ഒരു സെൻറ്റൻസിൽ നമുക്കൊരു റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടെങ്കിൽ ആ ഒരു റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം വരുന്ന വെർബായാലും അല്ലെങ്കിൽ പ്രൊനൗൺ ആയാലും അത് ആർക്കനുസരിച്ചിട്ടായിരിക്കും? അതിന് തൊട്ട് മുമ്പ് വരുന്ന നൗൺസിനനുസരിച്ചിട്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഹൂ, വിച്ച്, അതേപോലെ വേർ, പിന്നെ എന്ത് പറയാം, വാട്ട്, അല്ലെങ്കിൽ ഹൂം, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ദാറ്റ്, ഇങ്ങനത്തെ കുറച്ച് റിലേറ്റീവ്, ഹൂസ്, ഇങ്ങനത്തെ റിലേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ റിലേറ്റീവ് പ്രൊനൗൺസിന് ശേഷം വരുന്ന വെർബായാലും അല്ലെങ്കിൽ പ്രൊനൗൺസ് ഒക്കെ ആയാലും അത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നൗണിനനുസരിച്ചിട്ടായിരിക്കും. തൊട്ട് മുമ്പുള്ള നൗണിനെ നമ്മൾ ആൻറ്റിസിഡൻറ്റ് എന്ന് പറയും. തൊട്ട് മുമ്പുള്ള നൗണിനെ നമ്മൾ ആൻറ്റിസിഡൻറ്റ് എന്ന് പറയും. യെസ്, ജനറലി one of those authors are my friend. One of those authors are my friend. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വൺ ഓഫിന് ശേഷം നൗണ് വന്നാൽ, വൺ ഓഫിന് ശേഷം നൗണ് വരുമ്പം ആ നൗണ് പ്ലൂറൽ ആയിരിക്കും. ദോസ് ഓതേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ്. പക്ഷേ നമ്മുടെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ ഈ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള നൗൺ ആയാലും പ്രൊനൗൺ ആയാലും അത് എന്തായിരിക്കും? നൗൺ ആയാലും പ്രൊനൗൺ ആയാലും അത് എന്തായിരിക്കും? അത് നമ്മുടെ എന്താ പറയുക, സിംഗുലർ ആയിരിക്കും. അപ്പോൾ വൺ എന്ന് പറയുന്ന കാര്യം, വൺ ഓഫ് ദോസ് ഓതേഴ്സ് ആർ മൈ ഫ്രണ്ട്സ് ആണ്. വൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഇവിടെ വൺ ഓഫ് എന്നുള്ള ഫ്രേസിന് ശേഷം വരേണ്ട നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. പക്ഷേ ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് വൺ ആയതുകൊണ്ട് ആ വണ്ണിന് വേണ്ടിയിട്ടുള്ള, ആ വണ്ണുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വെർബും എല്ലാ പ്രൊനൗണും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഈ നമുക്കറിയാം വൺ ഓഫ് ദോസ് ഓതേഴ്സ്, ഈ ആർ എന്ന് പറയുന്ന വെർബ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നതും നമ്മൾ വണ്ണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ നിൽക്കണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്രൗഡിൽ കുറച്ച് ഓതേഴ്സ് നിൽപ്പുണ്ട്, കുറച്ച് എഴുത്തുകാർ. ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരാണ്. ഓക്കെ, അതിപ്പോൾ നോവലായാലും, നോവൽ എഴുതുന്നതായാലും, ഷോർട്ട് സ്റ്റോറീസ് ആയാലും, എന്ത് തന്നെ ആയാലും ഒരു എഴുത്തുകാരൻ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഓതർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അവിടെ കുറച്ച് ഓതേഴ്സ് നിൽപ്പുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരാൾ എൻ്റെ ഫ്രണ്ടാണ്. അതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വൺ ഓഫ് ദോസ് ഓതേഴ്സ് ആർ മൈ ഫ്രണ്ട്. ആ കൂട്ടത്തിൽ ഒരു 100 പേര് നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 1000 എഴുത്തുകാരുണ്ടെങ്കിൽ ആ കൂട്ടത്തിലുള്ള ഒരാൾ എൻ്റെ ഫ്രണ്ടാണ്. ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഒരാൾ എൻ്റെ ഫ്രണ്ട്സാന്നല്ല നമ്മൾ പറയുക, ഒരാൾ എൻ്റെ ഫ്രണ്ടാന്നാണ് പറയണത്. അപ്പോൾ ഈ ആർ എന്ന് പറയുന്ന വെർബും വൺ എന്ന് പറയുന്ന സബ്ജക്റ്റുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്ന വേർഡും വൺ എന്ന് പറയുന്ന സബ്ജക്റ്റുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ആ ഒരു വൺ എന്ന് പറയുന്നത് നമുക്കറിയാം, വൺ എപ്പോഴും സിംഗുലർ ആണ്. സോ വണ്ണുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. സോ ഇവിടെ ആർ അല്ല, ഇവിടെ ഇസ് ആണ്, ഇവിടെ ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ടാണ്. ജനറലി അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഓർവെൽ ഈസ് വൺ ഓഫ് ദോസ് ഓതേഴ്സ് ഹൂ ഡസ് ഹിസ് ബെസ്റ്റ് ടു ഇറിറ്റേറ്റ് ദ റീഡർ ആണ്. ഇവിടെ നിങ്ങൾക്ക് അവർ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ നിങ്ങൾക്ക് അവർ ഒരു ഹൂ എന്നുള്ള ഒരു റിലേറ്റീവ് പ്രൊനൗൺ തന്നിട്ടുണ്ട്. ഹൂ എന്ന് പറയുന്ന ഈ രണ്ട് ഫ്രേസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഹൂ എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ തന്നിട്ടുണ്ട്. നമുക്കൊരു സെൻറ്റൻസിൽ റിലേറ്റീവ് പ്രൊനൗൺ തന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ നമ്മുടെ സബ്ജക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത് ഹൂ എന്ന് പറയണത്, അല്ലെങ്കിൽ ആ റിലേറ്റീവ് പ്രൊനൗൺ തൊട്ട് മുമ്പായിട്ട് വരുന്ന നൗണിനെയാണ്, ആൻറ്റിസിഡൻറ്റിനെയാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആരായി വരും?
ഓതേഴ്സ് ആയിട്ട് വരും. ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആരായിട്ട് വരും? വൺ അല്ല, ഓർവെൽ അല്ല, ആരാണ്? ഓതേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എൻ്റെ സബ്ജക്റ്റ് എന്തായി? പ്ലൂറലായി. സബ്ജക്റ്റ് പ്ലൂറലായി. ഞാൻ മോർ ദാൻ വൺ ഇൻ നമ്പറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലേ? സബ്ജക്റ്റ് പ്ലൂറലായി കഴിഞ്ഞാൽ എനിക്കറിയാം ഓതേഴ്സ്. ഓതർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഓതേഴ്സ് എന്ന് പറയുന്നതാണ് പ്ലൂറൽ. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് പ്ലൂറലായി. സോ ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ നൗണും എല്ലാ പ്രൊനൗൺസും എന്തായിരിക്കും? പ്ലൂറലായിരിക്കും. വൺ ഓഫ് ദോസ് ഓതേഴ്സ് ഹു ഡസ് അല്ല, ഹു ഡു, ഹിസ് അല്ല, ദെയർ ബെസ്റ്റ് ടു ഇറിറ്റേറ്റ്. എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടം ഓതേഴ്സ് ഉണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഒരു കൂട്ടം ഓതേഴ്സ് ഉണ്ട്, ആ ഓതേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഓതേഴ്സിൻ്റെ പ്രത്യേകത നോക്കിക്കോളൂ. ഓർവെൽ ഈസ് വൺ ഓഫ് ദോസ് ഓതേഴ്സ് അല്ലേ? അതായത് ഒരു കൂട്ടം ഓതേഴ്സ് ഉണ്ട്, ഓർവെൽ എന്ന് പറയുന്ന ആൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഓതറാണ്, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ആ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ഓതേഴ്സിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പിന്നെ പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ തൊട്ട് മുമ്പായ ഓതേഴ്സ് അല്ലെങ്കിൽ ഈ ആൻറ്റിസിഡൻറ്റിനെ അല്ലെങ്കിൽ ഏത് റിലേറ്റീവ് പ്രൊനൗൺ ആയാലും നമ്മൾ അതിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ സംസാരിക്കണത് ഈ വേർഡിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ഞാൻ മീനിങ് പറഞ്ഞല്ലോ, ഓർവെൽ എന്ന് പറയുന്നത് ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സോ ആ കൂട്ടത്തിൻ്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരാളാണ്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ റീഡറിനെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടി അവർ അതിൽ ബെസ്റ്റാണ്. അത്രയും വേഴ്സ്റ്റായി കഥ എഴുതുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലെങ്കിൽ അത്ര വേഴ്സ്റ്റായി ബുക്സ് എഴുതുന്ന ആൾക്കാരാണെന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ഈ ഹൂവിന് ശേഷം നമ്മൾ സംസാരിക്കുന്നത് ഓർവെല്ലിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഈ വൺ അല്ല. ആരെക്കുറിച്ചാണ്? ഈ ഓതേഴ്സിൻ്റെ പ്രത്യേകതയെ കുറിച്ചാണ്. മനസ്സിലായോ? ഓർവെൽ ഏത് ഗ്രൂപ്പ് ഓഫ് ഓതേഴ്സിലാണോ ഇൻക്ലൂഡഡ് ആയേക്കണേ ആ ഓതേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണേ. മനസ്സിലായോ? യെസ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹീ ഈസ് വൺ എമൗങ് ദ ഓതേഴ്സ് ഹു വൺ നമുക്ക് എന്ത് പറയാം, സാഹിത്യ അക്കാദമി അവാർഡ്. സാഹിത്യ അക്കാദമി അവാർഡ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു ഓതറിനെ കുറിച്ച് സംസാരിക്കുവാണ്. ഹി ഈസ് വൺ എമൗങ് ദി ഓതേഴ്സ്. ഹി ഈസ് വൺ എമൗങ് ദി ഓതേഴ്സ്. ഓക്കെ. അയാൾ ഈ ഹി എന്ന് പറയുന്ന ആൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഓതേഴ്സിലുള്ള ഒരാളാണ്. ഏത് ഗ്രൂപ്പ് ഓഫ് ഓതേഴ്സ് ആണ്? ആ ഗ്രൂപ്പിലുള്ള ഓതേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഹൂ വൺ സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പോൾ നമ്മളിവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഈ ഹൂ എന്ന് പറയുന്നതിന് ശേഷം വരുന്നത്, ഹൂ എന്ന് പറയുന്നതിന് ശേഷം വരുന്നത് ആരെ ക്വാളിഫൈ ചെയ്യുന്ന കാര്യമാണ്? ഓതേഴ്സിനെ. ഈ ഓതേഴ്സിനെ ക്വാളിഫൈ ചെയ്യണ കാര്യമാണ്. അപ്പോൾ അതിന് ശേഷം വരുന്ന ഹൂ ഹാസ് വൺ എന്ന് കൊടുക്കാം. ഹൂ ഹാസ് വൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഹൂ ഹാസ് വൺ. ഓക്കെ. അപ്പോൾ ഇവിടെ ഓതേഴ്സ് എന്ന് പറയുന്നതിന് അതിനെ ക്വാളിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഓതേഴ്സ് സിംഗുലർ ആണ്, പ്ലൂറൽ ആണ്. സോ ഹാസ് അല്ല, ഹാവ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കോൺസെപ്റ്റാണ്. നമ്മുടെ എന്താ പറയുക, റിലേറ്റീവ് പ്രൊനൗൺസ് വന്നു കഴിഞ്ഞാൽ ആ റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? തൊട്ട് മുമ്പായിട്ട് നിൽക്കുന്ന ആ ആൻറ്റിസിഡൻ്റ്, ആ നൗണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഹൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏത് ആൻറ്റിസിഡൻ്റ് ആയാലും അതിന് ശേഷം വരുന്ന വെർബായാലും പ്രൊനൗൺ ആയാലും അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഹൂവിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഈ റിലേറ്റീവ് പ്രൊനൗണിന് മുമ്പുള്ള ആൻറ്റിസിഡൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അതിനനുസരിച്ചിട്ടായിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. The average age at which people die of heart attack
people die of heart attack are decreasing. Yes. നോക്കിക്കോളൂ. The average age at which people die of heart attack are decreasing. ഞാനിതിനെ പല ഫ്രേസ് അല്ല പല പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുവാണ്. The average at which ഒരു പാർട്ടാണ്, people die of heart attack ഒരു പാർട്ടാണ്, are decreasing മൂന്നാമത്തെ പാർട്ടാണ്. ഈ ഒരു സെൻറ്റൻസിൽ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഒരു നൗണാണ്, പീപ്പിൾ എന്ന് പറയുന്നത് ഒരു നൗണാണ്, ഹാർട്ട് അറ്റാക്ക് ഓഫ് കോഴ്സ് അതൊരു നൗണാണ് അല്ലേ? യെസ്. പിന്നെ ആർ എന്ന് പറയുന്നത് വെർബാണ്, ഡൈ എന്ന് പറയുന്നത് വെർബാണ്, ആർ എന്ന് പറയുന്നത് വെർബാണ്. നമുക്കിവിടെ 2 വെർബുണ്ട്, പിന്നെ നമുക്ക് 3 നൗൺ ഉണ്ട്. നോക്കിക്കോളൂ, ഓരോ വെർബും ആരുമായിട്ടാണ് അസോസിയേറ്റഡ് എന്ന് നോക്കാം. ഇവിടെ ദി ആവറേജ്, അതായത് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്, ഒരു ഹാർട്ട് അറ്റാക്ക് കാരണം മനുഷ്യന്മാർ മരിക്കുന്ന ആവറേജ് ഒരു ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറഞ്ഞു വരുവാണ്. ഇപ്പോൾ കുറഞ്ഞു വരുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 60 വയസ്സിലാണ് ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ 50ാമത്തെ വയസ്സിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചു തുടങ്ങിയെന്നാണ് അതിൻ്റെ ഒരു മീനിങ്. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ആവറേജ് ഏജ് നമ്മൾ പറഞ്ഞു ഒരു നൗണാണ്, പീപ്പിൾ ഒരു നൗണാണെന്ന് പറഞ്ഞു. ഇവിടെ ആരാണ് മരിക്കുന്നത്? പീപ്പിളാണ് മരിക്കുന്നത്. അപ്പോൾ ഈ ഡൈ എന്ന് പറയുന്ന ആക്ഷൻ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? പീപ്പിൾ എന്ന് പറയുന്ന നൗണുമായിട്ടാണ് അസോസിയേറ്റഡ്. പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഈ ഒരു നൗൺ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പീപ്പിൾ എന്തുകൊണ്ടാണ് മരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് മരിക്കുന്നത് എന്നുള്ള ഈ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ ഒരു ആക്ഷനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഫ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? ഈ ഓഫ് ഹാർട്ട് അറ്റാക്ക് കാരണം ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ മരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ആ ഒരു ആക്ഷനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഫ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. ആർ ഡിക്രീസിങ്. ഈ ആർ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കുമായിട്ടാണോ അസോസിയേറ്റഡ്, അല്ലെങ്കിൽ ആൾക്കാർ മരിക്കുന്നതുമായിട്ടാണോ അസോസിയേറ്റഡ്, അതോ ആവറേജ് ഏജുമായിട്ടാണോ അസോസിയേറ്റഡ്? ആർ ഡിക്രീസിങ് ആണ്. എന്താണ് കുറയുന്നത്? പീപ്പിൾ മരിക്കണതാണോ കുറയണത്? ആൾക്കാർ മരിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു അല്ലെങ്കിൽ ആൾക്കാർ മരിക്കുന്നത് കുറഞ്ഞു എന്നാണോ തന്നിട്ടുള്ളത്? അല്ല. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കാരണം മരിക്കുന്നത് കുറഞ്ഞു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞു എന്നാണോ തന്നിട്ടുള്ളത്? അതുമല്ല. അപ്പോൾ ഈ ആർ എന്ന് പറയുന്ന ആൾ, ആ ഒരു വെർബ് പീപ്പിളുമായിട്ടും കണക്റ്റഡ് അല്ല, ഹാർട്ട് അറ്റാക്കുമായിട്ടും കണക്റ്റഡ് അല്ല. ഇവിടെ എന്ത് കുറഞ്ഞു എന്നാണ് തന്നിട്ടുള്ളത്? ആവറേജ് ഏജ് കുറഞ്ഞു എന്നാണ് തന്നിട്ടുള്ളത്. സോ ഈ ആർ എന്ന് പറയുന്ന ആൾ ആവറേജ് ഏജുമായിട്ടാണ് കണക്റ്റഡ്. മനസ്സിലായോ? ആർ ഡിക്രീസിങ് ആണ് നമ്മുടെ ഫ്രേസ്. സെൻറ്റൻസിൽ എന്ത് കുറഞ്ഞു എന്നാണ് തന്നിട്ടുള്ളത്? പീപ്പിൾ മരിക്കുന്നത് കുറഞ്ഞു എന്നാണോ? അല്ല. ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞു എന്നാണോ? അതുമല്ല. പിന്നെ എന്താണ് കുറഞ്ഞേ? ആവറേജ് ഏജ് കുറഞ്ഞു എന്നാണ്. അതായത് ഹാർട്ട് അറ്റാക്ക് കാരണം ആൾക്കാർ മരിക്കുന്നതിൻ്റെ ആവറേജ് ഏജ് കുറഞ്ഞു എന്നാണ് നമുക്ക് ഈ സെൻറ്റൻസിൽ തന്നിട്ടുള്ളത്. സോ ദിസ് ആർ, ദി വെർബ് ആർ ഈസ് അസോസിയേറ്റഡ് വിത്ത്, ആരുമായിട്ടാണ് കണക്റ്റഡ്? ആവറേജ് ഏജുമായിട്ടാണ് കണക്റ്റഡ്. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. സോ ആറല്ല, ഇസ് ആണ്. മനസ്സിലായോ? യെസ്. സിമ്പിളായ ഒരു സെൻറ്റൻസ് ആണ്, പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. grandfather along with his grandchildren have gone to Bangalore. യെസ്. നോക്കിക്കോളൂ, ഇതൊരു ഡയറക്റ്റ് നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചായിരുന്നു സബ്ജക്റ്റ് 1 അലോങ് വിത്ത് അല്ലെങ്കിൽ ടുഗദർ വിത്ത് അല്ലെങ്കിൽ വിത്ത്, പിന്നെ എന്താണ് നോ ലെസ് ദാൻ, ഇങ്ങനത്തെ കുറച്ച് ഫ്രേസസ് ഒക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഫ്രേസസിന് ശേഷം സബ്ജക്റ്റ് 1 അലോങ് വിത്ത്, ടുഗദർ വിത്ത്, അല്ലെങ്കിൽ അക്കമ്പനീഡ് ബൈ, അതോ അല്ലെങ്കിൽ നോ ലെസ് ദാൻ, അങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് ഫ്രേസസ്. പിന്നെ സബ്ജക്റ്റ് 2 വന്നാൽ അതിന് ശേഷം വരുന്ന വെർബായാലും പ്രൊനൗൺ ആയാലും അത് ആർക്കനുസരിച്ചിട്ടായിരിക്കും?
സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടായിരിക്കും ആ സംഭവം. അതായത് ഈ ഒരു സബ്ജക്റ്റ് വൺ ഒരു സെറ്റ് ഓഫ് ഫ്രേസസ് അലോങ് വിത്ത് ടുഗദർ വിത്ത് എന്നുള്ള കുറച്ച് ഫ്രേസസ്, സബ്ജക്റ്റ് ടു ആണെങ്കിൽ അതിന് ശേഷം വരുന്ന വെർബായാലും നൗൺ ആയാലും അത് ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടായിരിക്കും അല്ലേ? സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമുക്ക് അലോങ് വിത്ത് എന്നുള്ള ഫ്രേസാണ് അവർ തന്നിട്ടുള്ളത്. ഗ്രാൻഡ് ഫാദർ ആണ് നമ്മുടെ സബ്ജക്റ്റ് വൺ, ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ ആണ് നമ്മുടെ സബ്ജക്റ്റ് ടു. അപ്പോൾ ഈ സെൻറ്റൻസിൽ വെർബ് വന്നാലും നൗൺ വന്നാലും, അതായത് ഈ ഒരു ഗ്രാൻഡ് ഫാദർ അലോങ് വിത്ത് ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ, ഇവർ രണ്ടുപേരെ കുറിച്ചുമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു അലോങ് വിത്ത് അല്ലെങ്കിൽ ടുഗദർ വിത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഗ്രാൻഡ് ചിൽഡ്രനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഗ്രാൻഡ് ചിൽഡ്രനെ കുറിച്ചായിരിക്കും സംസാരിക്കണേ. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മുടെ വെർബും പ്രൊനൗണും ഗ്രാൻഡ് ചിൽഡ്രൻ അനുസരിച്ചിട്ടായിരിക്കണം. പക്ഷേ നമ്മൾ ആ സെൻറ്റൻസിൽ സംസാരിക്കുന്നത് ഗ്രാൻഡ് ഫാദർ അലോങ് വിത്ത് ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ എന്നുള്ള ഈ ഒരു ഹോൾ യൂണിറ്റിനെ കുറിച്ചാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഹോൾ യൂണിറ്റിനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വരുന്ന വെർബായാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ടുള്ളതായിരിക്കും? സബ്ജക്റ്റ് വൺ ആയ ഗ്രാൻഡ് ഫാദറിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. മനസ്സിലായല്ലോ? നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആ റൂൾസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. ഡൗട്ട്സ് ഉള്ളവർ ആ സെഷൻ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. യെസ്, അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഗ്രാൻഡ് ഫാദർ അലോങ് വിത്ത് ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ, ഈ ഹോൾ യൂണിറ്റ്, ഈ ഹോൾ സംഭവത്തിനെ കുറിച്ചാവുമ്പോഴാണ് നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടുള്ള വെർബും പ്രൊനൗണും യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഗ്രാൻഡ് ചിൽഡ്രനെ കുറിച്ചായിരിക്കും സംസാരിക്കണേ. അങ്ങനെയെങ്കിൽ പ്രൊനൗൺ ആയാലും വെർബായാലും ആർക്കനുസരിച്ചിട്ടായിരിക്കണം? ഗ്രാൻഡ് ചിൽഡ്രനനുസരിച്ച്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഗ്രാൻഡ് ഫാദറും അയാളുടെ ഗ്രാൻഡ് ചിൽഡ്രനും രണ്ടുപേരും കൂടാണ് എങ്ങോട്ട് പോയേക്കണേ? ബാംഗ്ലൂരിലേക്ക് പോയേക്കണേ. ഇവർ രണ്ടുപേരെയുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മുടെ വെർബ്, നമ്മുടെ സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടാണ് വരേണ്ടത്. ഹാവ് ഗോൺ അല്ല, ഹാസ് ഗോൺ ആണ്. സോ ഈ റൂൾസ് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്, സോ മോർ ദാൻ വൺ ഇൻ നമ്പർ ഉണ്ട് അല്ലേ? നമുക്കറിയാം. അപ്പോൾ മോർ ദാൻ വൺ ഇൻ നമ്പർ ഉള്ളതുകൊണ്ട് വെർബ് പ്ലൂറൽ ആയിരിക്കും. സോ ഹാവ് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്തിട്ട് പോകും. റോങ് ആണ്, ഹാവ് അല്ല, ഹാസ് ആണ് വരേണ്ടത്. യെസ്, നിങ്ങൾക്ക് നേരെ തിരിച്ചാണ് തന്നിട്ടുള്ളത്. ഗ്രാൻഡ് ചിൽഡ്രൻ അലോങ് വിത്ത് ദെയർ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ചിൽഡ്രൻ അലോങ് വിത്ത് ദെയർ ഗ്രാൻഡ് ഫാദർ എന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ എന്തായാലേ ഗ്രാൻഡ് ചിൽഡ്രൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ വെർബും പ്രൊനൗണും വരേണ്ടത്. മനസ്സിലായല്ലോ? യെസ്, ഇതൊരു ഡയറക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. അപ്പോൾ അത് ഏതൊക്കെ ഫ്രേസ് ആണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു സ്പെഷ്യൽ പോയിന്റും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ട്സ് ഉള്ളവർ പോയി ചെക്ക് ചെയ്താൽ മതി. A period of 6 years have elapsed since I last saw her. ഞാൻ അവളെ അവസാനം കണ്ടപ്പോൾ തൊട്ട് ഏകദേശം ഒരു 6 വർഷം, ആ അത്രയും കാലയളവ് കടന്നുപോയി എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെൻറ്റൻസിൽ നമ്മുടെ സബ്ജക്റ്റ് എ പീരീഡ് ഓഫ് 6 years ആണോ അതോ നമ്മുടെ സബ്ജക്റ്റ് 6 years ആണോ? എ പീരീഡ് ഓഫ് 6 years ആണോ അതോ നമ്മുടെ സബ്ജക്റ്റ് 6 years ആണോ? ഇവിടെ നമ്മൾ ഈ 6 വർഷം എന്ന് പറയണത്, 6 വർഷം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഈ 6 വർഷം എന്ന് പറയണതിന് നമ്മളൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ എപ്പോഴും പറയും ഒരു നൗണിനെ അല്ലെങ്കിൽ മോർ ദാൻ വൺ നൗൺസ് ഉണ്ടെങ്കിൽ, മോർ ദാൻ വൺ നൗൺ ഉണ്ടെങ്കിൽ നമ്മളതിനെ സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണതെങ്കിൽ, നമ്മുടെ നൗണ് പ്ലൂറൽ ആയാലും അല്ലെങ്കിൽ മോർ ദാൻ വൺ ഇൻ നമ്പർ ആയാലും അതിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയി കൺസിഡർ ചെയ്യണ സിറ്റുവേഷൻസിൽ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിലുള്ള ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയി കൺസിഡർ ചെയ്യണ സിറ്റുവേഷൻസിലാണ് നമ്മൾ അതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു സെൻറ്റൻസിൽ 6 വർഷം എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ എൻറ്റിറ്റി, ഒരു ഹോൾ ടുഗദർ ആയിട്ട് ഒരു കാലയളവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കണേ, അല്ലാതെ ഓരോ വർഷത്തിനെയും സെപ്പറേറ്റ് ആയിട്ടല്ല. എ പീരീഡ് ഓഫ് 6 years, ഒരു കാലയളവ്. ആ കാലയളവ് എത്ര, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഓഫ് 6 years കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എ പീരീഡ് ഓഫ് 10 hours, എ പീരീഡ് ഓഫ് 1 hour, എ പീരീഡ് ഓഫ് 2 hours, അല്ലെങ്കിൽ എ പീരീഡ് ഓഫ് 1 year ഓർ എ പീരീഡ് ഓഫ് 18 years, എന്ത് തന്നെ ആയാലും ഈ ഓഫിന് ശേഷം
സിംഗുലർ നമ്പേഴ്സ് ആയാലും അല്ലെങ്കിൽ പ്ലൂറൽ ആയാലും എന്തായാലും കുഴപ്പമില്ല, ഇതിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എ പീരീഡ് ഓഫ്, ആ ഒരു കാലയളവ് എന്ന് നമ്മൾ പറയുമ്പം സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ്. അതവിടെ എന്ത് തന്നെ ആയാലും, എത്ര വർഷമായാലും, അതിപ്പോൾ 1 വർഷമായാലും 2 വർഷമായാലും 1000 വർഷമായാലും മാസങ്ങളായാലും എന്ത് തന്നെ ആയാലും നമ്മൾ അതിനെ, അല്ലെങ്കിൽ വീക്സ് ആയാലും എന്ത് തന്നെ ആയാലും എന്താണ് നമ്മൾ അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് 6 years have elapsed എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. 6 years have elapsed എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ 6 വർഷം എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറലാണ്. കാരണം എന്താണ്? ഓരോ കൊല്ലത്തിനെയും നമ്മൾ കൗണ്ട് ചെയ്യുവാണ്. ഫസ്റ്റ് കേസിൽ ആ 6 കൊല്ലത്തിനെയും കൂടെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ 6 years have passed അല്ലെങ്കിൽ 6 years have elapsed എന്ന് പറയുമ്പോൾ ഓരോ കൊല്ലത്തിനെയും സെപ്പറേറ്റ് ആയി കൺസിഡർ ചെയ്യുമ്പോൾ എന്തായി? മോർ ദാൻ 1 ഇൻ നമ്പർ ആയി. സോ ഇത് പ്ലൂറലാണ്. മനസ്സിലായോ? ഇത് പ്ലൂറലാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ എ പീരീഡ് ഓഫ് 6 years എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ ഇവിടെ ഹാവ് അല്ല, എന്താണ് വരണ്ടേ? ഹാസ് ആണ് വരണ്ടേ. മനസ്സിലായോ? യെസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. Police reports claims that substantial seizure of cocaine have been made in the last 2 months. Yes. Police reports claims that substantial seizure of cocaine have been made in the last 2 months. അല്ലേ? അതായത് പോലീസ് റിപ്പോർട്ട് എന്താണ് ക്ലെയിം ചെയ്യുന്നത്? പോലീസ് റിപ്പോർട്ട് ക്ലെയിം ചെയ്യണത് എന്താണ്? ലാസ്റ്റ് 2 മാസം നമ്മൾ കുറേ കൊക്കൈൻ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു നൗണാണ്. പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഈ ക്ലെയിംസ് എന്ന് പറയുന്നത് വെർബാണ്. പോലീസ് റിപ്പോർട്ടാണ് ക്ലെയിം ചെയ്യുന്നത്. സോ ഈ ക്ലെയിംസ് എന്ന് പറയുന്ന വെർബ് ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? പോലീസ് റിപ്പോർട്ട്സുമായിട്ട് അസോസിയേറ്റഡ് ആണ്. പോലീസ് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്. സോ ക്ലെയിംസ് അല്ല, ക്ലെയിം ആണ്. ഒരു എറർ കിട്ടി. ദാറ്റ് സബ്സ്റ്റാൻഷ്യൽ സീസർ ഓഫ് കൊക്കെയിൻ ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദ ലാസ്റ്റ് 2 months. അല്ലേ? എന്തിൻ്റെ എന്താ പറയുക, എന്തിൻ്റെ പിടിച്ചെടുക്കലാണ് കഴിഞ്ഞ 2 മാസം നടന്നത്? കൊക്കൈനിൻ്റെ. എന്താണ് നടന്നത്? സീസറാണ് നടന്നത്. ആരുടെ അല്ലെങ്കിൽ എന്തിൻ്റെ സീസറാണ് നടന്നത്, അല്ലെങ്കിൽ ആരുടെ സീസറാണ് നടന്നതെന്നുള്ളതിൻ്റെ ആ ഒരു സീസർ എന്നുള്ളതിനെ ക്വാലിഫൈ ചെയ്യാനാണ് ഓഫ് കൊക്കൈൻ എന്നുള്ള ഈ ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു പാർട്ടിൽ, ഈ ഒരു സെൻറ്റൻസിന് അല്ലെങ്കിൽ വലിയ സെൻറ്റൻസിൻ്റെ ഈ പാർട്ടിലുള്ള സബ്ജക്റ്റ് ആരാണ്? സബ്സ്റ്റാൻഷ്യൽ സീസറാണ്. ഹാവ് എന്ന് പറയുന്നത് ഈ സീസറുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വെർബാണ്. സീസർ സിംഗുലർ ആണ്. സോ ഹാവ് അല്ല, ഹാസ് ആണ്. മനസ്സിലായി? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദ പ്രൈസ് ഓഫ് ദ കാർസ് ഈസ് റെഡ്യൂസിങ് ഡേ ആഫ്റ്റർ ഡേ, അല്ലെങ്കിൽ ഈസ് ഇൻക്രീസിങ് ആഫ്റ്റർ. ദ പ്രൈസ് ഓഫ് ദ കാർസ് ഈസ് ഇൻക്രീസിങ് ഡേ ആഫ്റ്റർ ഡേ. ഓരോ ദിവസം കഴിയും തോറും കാറിൻ്റെ വില കൂടി വരുവാണ്. അല്ലേ? കാറല്ല നമ്മുടെ സബ്ജക്റ്റ്, കാറിൻ്റെ പ്രൈസാണ് നമ്മുടെ സബ്ജക്റ്റ്. മനസ്സിലായോ? യെസ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി നമ്മുടെ റൂൾസിൽ. The unique selling അല്ലെങ്കിൽ അത് വേണ്ട.
The unique method chosen by our teammates are appreciable. അല്ലേ? The unique method chosen by our teammates are appreciable. സോ ഇവിടെ യുണീക്ക് മെത്തേഡ് ഒരു നൗണാണ്, ടീംമേറ്റ്സ് ഒരു നൗണാണ്, ആർ ഒരൊറ്റ വെർബാണ്. ഈ വെർബ് ടീംമേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണോ യുണീക്ക് മെത്തേഡിന് വേണ്ടിയിട്ടുള്ളതാണ്? യുണീക്ക് മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ യെസ് സിംഗുലർ ആണ് വരേണ്ടത്. ടീംമേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആർ എന്നുള്ള യൂസേജ് കറക്റ്റാണ്. ഇവിടെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മുടെ ടീംമേറ്റ്സ് ഒരു യുണീക്കായ ഒരു മെത്തേഡ് ചൂസ് ചെയ്തു. ടീംമേറ്റ്സ് ചൂസ് ചെയ്തത് യുണീക്കായ ഒരു മെത്തേഡാണ്. ആ മെത്തേഡാണ് അപ്രീഷിയബിൾ. അല്ലാതെ ടീംമേറ്റ്സ് ആണ് അപ്രീഷിയബിൾ എന്നല്ല പറഞ്ഞത്. ടീംമേറ്റ്സ് ചൂസ് ചെയ്ത യുണീക്ക് മെത്തേഡാണ് അപ്രീഷിയബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? യുണീക്ക് മെത്തേഡിനെ കുറിച്ചാണ്. ഈ വെർബ് ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? യുണീക്ക് മെത്തേഡുമായിട്ടാണ് അസോസിയേറ്റഡ്. ആറല്ല ഇസ് ആണ്. അപ്പം ഒരു വെർബ് ഏത് നൗണിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ഏത് നൗണിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ കാര്യം. അത് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. യെസ്, കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. The recent data which is released by CAG suggests that all coastal regions endures the same number of cyclones and other natural calamities. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡേറ്റ, കാറ്റിൽ, പോലീസ്, ഇതെപ്പോഴും എന്താണ്? പ്ലൂറൽ നൗണാണ്. ഓക്കെ, നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയ നൗൺസാണ് ഡേറ്റ, കാറ്റിൽ, പോലീസ്. ഇതെന്താണ്? പ്ലൂറൽ നൗണാണ്. അപ്പോൾ ഇവിടെ ഡേറ്റയുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന വെർബായാലും പ്രൊനൗൺ ആയാലും അത് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നമുക്ക് നോക്കാം. ദ റീസെൻറ്റ് ഡേറ്റ വിച്ച് ഈസ് റിലീസ്ഡ് ബൈ CAG സജസ്റ്റ്. ഈ സജസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വെർബ് ഡേറ്റയുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണോ CAGയുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. നമ്മളിവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഡേറ്റയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഡേറ്റയുടെ പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? വിച്ച് ഈസ് റിലീസ്ഡ് ബൈ CAG എന്നുള്ള ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്തത്. റീസെൻറ്റ് ഡേറ്റയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആരാണ് ആ ഡേറ്റ റിലീസ് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിച്ച് ഈസ് റിലീസ്ഡ് ബൈ CAG എന്നുള്ള വേർഡ്, ആ ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്തേക്കണം. ആക്ച്വലി എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഡേറ്റയാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഈ സജസ്റ്റ് എന്നുള്ള നൗൺ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഡേറ്റ പ്ലൂറലാണ്. സോ സജസ്റ്റ്സ് അല്ല, സജസ്റ്റ് ആണ്. ഓൾ കോസ്റ്റൽ റീജിയൻസ് എൻജോയ്സ്, എല്ലാ കോസ്റ്റൽ റീജിയണിലും ഈക്വൽ നമ്പർ ഓഫ് സൈക്ലോൺസ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ആണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. സോ കോസ്റ്റൽ റീജിയൻസ് എന്ന് പറയുന്നതുമായിട്ടാണ് എൻജോർ എന്നുള്ള വെർബ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. കോസ്റ്റൽ റീജിയൻസ് എന്താണ്? പ്ലൂറലാണ്. റീജിയൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. സോ എൻജോയ്സ് അല്ല, എൻജോർ ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, എളുപ്പമാണ്. ഇവിടെയാണ് പ്രശ്നം. ഡേറ്റയാണോ നമ്മുടെ ഡേറ്റയുമായിട്ടാണോ സജസ്റ്റ് എന്നുള്ള വെർബ് CAG എന്നുള്ളതുമായിട്ടാണോ സജസ്റ്റ്? CAG റിലീസ് ചെയ്ത ഡേറ്റയാണ് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ CAG അല്ല സജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സെൻറ്റൻസ് വായിക്കുമ്പം അതിൻ്റെ മീനിങ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. എന്നാലേ ഏത് വെർബ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. യെസ്.
we are happy that the secretary and principal are coming to attend the function. Are coming to attend the function. The principal and secretary are coming to attend the function. നമ്മൾ പഠിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയ റൂളാണ് ആർട്ടിക്കിളും നൗണും അല്ലേ. ആദ്യം ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതായത് ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 പ്ലസ് ആർട്ടിക്കിൾ സബ്ജക്റ്റ് 2 ആണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 ആൻഡ് സബ്ജക്റ്റ് 2 ആണെങ്കിൽ രണ്ട് റൂള് നമ്മൾ പഠിച്ചു. അതായത് ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 ആൻഡ് ആർട്ടിക്കിൾ സബ്ജക്റ്റ് 2 ആണെങ്കിൽ ഇതെന്താണ്? പ്ലൂറലാണ്. രണ്ടും രണ്ട് ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ രണ്ട് സംഭവങ്ങളാണ്, രണ്ട് എൻറ്റിറ്റീസാണ്. മറിച്ച് ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 ആൻഡ് സബ്ജക്റ്റ് 2 ആണെങ്കിൽ അല്ലേ, ഇതിനെ നമ്മൾ സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ റൂള് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം അത് എന്താണ്? അത് സിംഗുലർ ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റൂൾസിൽ ഡിസ്കസ് ചെയ്തതാണ്. യെസ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ ദ ആണ്, സെക്രട്ടറി സബ്ജക്റ്റ് 1 ആണ്. നമുക്കറിയാം നമ്മൾ ആർട്ടിക്കിൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അതിൻ്റെ ടോപ്പ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും എ ആൻഡ് ദ ആണ് നമ്മുടെ 3 ആർട്ടിക്കിൾസ്. സോ ദ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. സെക്രട്ടറി സബ്ജക്റ്റ് 1 ആണ്, സെപ്പറേറ്റഡ് ബൈ ആൻഡ് ആണ്. പ്രിൻസിപ്പൽ സബ്ജക്റ്റ് 2 ആണ്. അപ്പം ഇതിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആർ എന്ന് പറയുന്നത് ദ സെക്രട്ടറി ആൻഡ് പ്രിൻസിപ്പളുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വെർബാണ്. സോ ആർ കമ്മിങ് അല്ല, ഈസ് കമ്മിങ് ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ ആണ്. മനസ്സിലായല്ലോ? സിമ്പിളാണ്, നമ്മുടെ റൂളിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. Okay. Not only I, but also he have plans to go abroad for higher studies. To go abroad for higher studies. യെസ്, നോക്കിക്കോളൂ. സിമ്പിളായൊരു സെൻറ്റൻസ് ആണ്. ഞാൻ മാത്രമല്ല, അവനും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടി അബ്രോഡ്. നമ്മുടെ ഡയറക്റ്റ് റൂളിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഐദർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ അല്ലേ. അപ്പം ഐദർ സബ്ജക്റ്റ് 1, ഐദർ നെയ്തർ നോട്ട് ഓൺലി. ഇതിപ്പോൾ എങ്ങനെ വരും നമുക്ക്? ഐദർ അല്ലെങ്കിൽ നെയ്തർ അല്ലെങ്കിൽ നോട്ട് ഓൺലി. ഇതിൻ്റെ കൂടെ സബ്ജക്റ്റ് 1 വരും, പിന്നെ ഓർ ഉണ്ടാവും, അല്ലെങ്കിൽ നോർ ഉണ്ടാവും, അതും അല്ലെങ്കിൽ ബട്ട് ഓൾസോ ഉണ്ടാവും, സബ്ജക്റ്റ് 2 വരും. ഈ ഒരു ഹോൾ ഫ്രേസിന് വേണ്ടി ഇവർ രണ്ടുപേരും, ഈ രണ്ടാൾക്കാരെയും കൂടെ, ഈ രണ്ടാൾക്കാരുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വെർബായാലും പ്രൊനൗൺ ആയാലും അത് ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് 2വിനനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ ഈ റൂള് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് 2 എന്ന് പറയുന്നത് ഹീ ആണ്. ഈ ഹാവ് എന്ന് പറയുന്നത് ഐനും ഹീനും വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇത് ആരുമായിട്ടാണ്? ഇത് ആർക്കനുസരിച്ചിട്ടായിരിക്കണം? ഹീക്ക് അനുസരിച്ചിട്ടായിരിക്കണം. സോ ഹാസ് ആണ്. മനസ്സിലായല്ലോ? യെസ്, സിമ്പിളായ ഒരു റൂളാണ്. നമ്മൾ ഈ റൂള് ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ മാത്രമല്ല, അവനും പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ മാത്രമല്ല ഞാനും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നുള്ളതിൻ്റെ മീനിങ് അല്ലേ? യെസ്. അപ്പോൾ ഇത് വരുമ്പം അതായത് ഈ രണ്ടുപേരെയും അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഞാൻ മാത്രമല്ല അവനും ഇവരുമായി, ഈ ഒരു ഫ്രേസുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ വെർബും പ്രൊനൗണും എന്തായിരിക്കും? നമ്മുടെ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. യെസ്. ഐ no less than
he അല്ലെങ്കിൽ വേണ്ട, he വേണ്ട, I എന്ന് കൊടുക്കുക. ഓക്കെ, I no less than he are responsible for the failure, അല്ലെങ്കിൽ വേണ്ട, for the I no less than he are responsible for the company's loss. Company's loss. Yes. അപ്പോൾ നോ ലെസ് ദാൻ എന്നുള്ളൊരു ഫ്രേസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് രണ്ടുപേരും ഈക്വലി എന്തെങ്കിലും ഒരു കാര്യം, ഐ നോ ലെസ് ദാൻ ഷീ എന്ന് പറയുമ്പം ഞാനും അവളും ഒട്ടും, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ അവളെക്കാളും ഒട്ടും കുറവല്ല എന്ന് പറയുന്ന ഒരു മീനിങ്. അതായത് രണ്ടുപേരും ഈക്വലാണ്, രണ്ടുപേരും ആ ഒരു കാര്യത്തിന് ഈക്വൽ ആണ് എന്നുള്ള, ഈക്വൽ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ നോ ലെസ് ദാൻ എന്നുള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. അവൻ മാത്രമല്ല, അവൻ എത്ര റെസ്പോൺസിബിൾ ആണോ അത്രയും റെസ്പോൺസിബിൾ ഞാനും കൂടെയാണ് എന്തിന്, കമ്പനിയുടെ ലോസിന്. മനസ്സിലായോ? പിന്നെ അതാണ് നമ്മുടെ ഈ ഒരു നോ ലെസ് ദാൻ എന്നുള്ള ഫ്രേസിൻ്റെ മീനിങ്. അവൻ എത്ര റെസ്പോൺസിബിൾ ആണോ അത്രയും റെസ്പോൺസിബിൾ ആണ് ഞാനും എന്തിന്, കമ്പനിയുടെ ലോസിന്. ഓക്കെ, എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിലുള്ള എൻ്റെ പങ്ക് ഒട്ടും കുറവല്ല, അവൻ എന്തോരം അതിലൊരു പങ്കുണ്ടോ അത്രയും പങ്ക് എനിക്കും ഉണ്ടെന്നാണ് മീനിങ്. നോ ലെസ് ദാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഈ ഒരു ഐ നോ ലെസ് ദാൻ ഹി എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ വെർബും പ്രൊനൗണും ആർക്കനുസരിച്ചിട്ടായിരിക്കും, സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടായിരിക്കും. സോ ഈ ആർ എന്ന് പറയുന്നത് ഈ ഹോൾ ഫ്രേസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇവിടെ ആറല്ല വരേണ്ടത്, ആം ആണ് വരേണ്ടത്. കാര്യം ഇത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓഡായിട്ട് തോന്നും. ഐ നോ ലെസ് ദാൻ ഹി ആം റെസ്പോൺസിബിൾ ഫോർ കമ്പനീസ് ലോസ്. ഇത് വായിക്കുമ്പോൾ ഒരു ഫ്ലോ കിട്ടില്ല, കുറച്ച് ഓഡായി തോന്നും. പക്ഷേ ആസ് പെർ ഗ്രാമർ റൂൾസ് ഇതാണ് കറക്റ്റ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നോ ലെസ് ദാൻ, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, അല്ലെങ്കിൽ എന്താണ്, അക്കമ്പനീഡ് ബൈ, ഇങ്ങനെയൊക്കെയുള്ള ഫ്രേസസ് വന്നു കഴിയുമ്പം നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ഈ ഫ്രേസുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വെർബായാലും പ്രൊനൗൺ ആയാലും ചൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. Okay. Police says the politician and the criminal has been arrested on charges of murder and violence. നോക്കിക്കോളൂ. Police says the politician and the criminal has been arrested on charges of murder and violence. നമുക്കറിയാം പോലീസ് എന്നുള്ളത് പ്ലൂറലാണ്. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, കാറ്റിൽ, ഡേറ്റ, പോലീസ് എന്നുള്ള ഈ 3 നൗൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. പോലീസ് പ്ലൂറലാണ്, പോലീസാണ് ഇവിടെ പറയുന്നത്, ഈ ആക്ഷൻ ചെയ്യണത് പോലീസാണ്. സോ പോലീസ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബും പ്ലൂറൽ ആയിരിക്കണം, സെയ്സ് അല്ല, സേ ആണ്. പിന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 ആൻഡ് ആർട്ടിക്കിൾ സബ്ജക്റ്റ് 2 ആണെങ്കിൽ നമ്മളതിനെ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അത് പ്ലൂറലാണ്. സോ ഇവിടെ ദ ഒരു ആർട്ടിക്കിളാണ്, സബ്ജക്റ്റ് 1, ആൻഡ് ആണ്, ദ ആർട്ടിക്കിളാണ്, സബ്ജക്റ്റ് 2 ആണ്. സോ ഇത് പ്ലൂറലാണ്. സോ ഇവിടെ ഹാസ് അല്ല, ഹാവ് ആണ്. മനസ്സിലായോ? ഹാസ് അല്ല, ഹാവ് ആണ്. മനസ്സിലായില്ലേ? സിമ്പിളാണ്. 2 എററാണ് ഈ സെൻറ്റൻസിലുള്ളത്. യെസ്. Okay. Either the pilot or the crew
members was responsible for this mishap. അല്ലേ, ഈ ഒരു പ്രശ്നത്തിന് ആരാണ് റെസ്പോൺസിബിൾ? ഒന്നെങ്കിൽ പൈലറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് ആയിരിക്കും. ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഐദർ ഓർ, നെയ്തർ നോർ, അതേപോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അല്ലേ, ആർക്കനുസരിച്ചിട്ടായിരിക്കും? രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വെർബ് വരേണ്ടത്, ക്രൂ മെമ്പേഴ്സിനനുസരിച്ചിട്ടാണ് വരേണ്ടത്. സോ വാസ് അല്ല, വേറാണ്. ക്ലിയർ ആയല്ലോ? വാസ് അല്ല, വേറാണ്. യെസ്. La Nina is one of the weather phenomena which associates with abundant rainfall in India, says experts after a lot of research. Yes. അപ്പോൾ ലാ നിന എന്ന് പറയുന്നത് ഒരു ഫിനോമിനനാണ്, ഒരു വെതർ ഫിനോമിനനാണ്. ആ വെതർ ഫിനോമിനൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ഭയങ്കരമായ മഴയുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു വെതർ ഫിനോമിനനാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ലാ നിന ഈസ് വൺ ഓഫ് ദ വെതർ ഫിനോമിന which associates with abundant rainfall in India. ഈ വിച്ച് എന്നുള്ളത് എന്താണ്? റിലേറ്റീവ് പ്രൊനൗൺ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ ഓൾറെഡി. റിലേറ്റീവ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ സംസാരിക്കുന്ന കാര്യം ആരെക്കുറിച്ചാണ്? അതിന് തൊട്ട് മുമ്പായിട്ട് സ്ഥിതി ചെയ്യുന്ന നൗണിനെ കുറിച്ചാണ്, അതിൻ്റെ ആൻറ്റിസിഡൻറ്റിനെ കുറിച്ചാണ് നമ്മൾ അതിനുശേഷം സംസാരിക്കുന്നത്. അപ്പോൾ ആൻറ്റിസിഡൻറ്റിൻ്റെ എന്താ പറയുക, കാര്യങ്ങൾ എന്താണോ അത് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. അതിൻ്റെ ജെൻഡർ എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ സിംഗുലർ പ്ലൂറൽ അല്ലെങ്കിൽ അതിൻ്റെ ജെൻഡറിനനുസരിച്ചിട്ടായിരിക്കും എന്ത് വരുന്നത്, അതിൻ്റെ പ്രൊനൗൺസ് വരുന്നത്. വെതർ ഫിനോമിന എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. നോക്കിക്കോളൂ, ഫിനോമിനൻ ആണ് സിംഗുലർ. ഇവിടെ ON വന്നു കഴിഞ്ഞാൽ, MENON വന്നു കഴിഞ്ഞാൽ അതാണ് സിംഗുലർ. ഇവിടെ ഫിനോമിന അല്ല, MENAE നമ്മൾ A കൊണ്ട് റീപ്ലേസ് ചെയ്താൽ അത് പ്ലൂറലാണ്. മനസ്സിലായോ? സോ വെതർ ഫിനോമിന എന്ന് പറയുന്നത് പ്ലൂറലാണ്. സോ നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റ് എന്താണ്? പ്ലൂറലാണ്. നമ്മൾ ആ വിച്ചിന് ശേഷം നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പം വൺ ഓഫ് ദ എന്നുള്ളതിന് ശേഷം നമുക്ക് എന്താണ് വരേണ്ടത്? പ്ലൂറൽ നൗൺ ആണ് വരേണ്ടത്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വൺ ഓഫ് ദ എന്നുള്ള ഫ്രേസ് അല്ലെങ്കിൽ വൺ ഓഫ് ദ എന്നൊക്കെ ഉള്ള ഫ്രേസിന് ശേഷം എപ്പോഴും വരേണ്ടത് പ്ലൂറൽ നൗൺ ആണ്. ആ റൂളിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം വരുന്ന വെർബായാലും പ്രൊനൗൺ ആയാലും ആൻറ്റിസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫിനോമിന പ്ലൂറൽ ആണ്. സോ അസോസിയേറ്റ്സ് അല്ല, അസോസിയേറ്റ് ആണ്. വിത്ത് അബുണ്ടൻറ്റ് റെയിൻഫോൾ ഇൻ ഇന്ത്യ. സോ ആ പാർട്ട് കഴിഞ്ഞു. സേസ് എക്സ്പേർട്സ് ആഫ്റ്റർ എ ലോട്ട് ഓഫ് റിസർച്ച്. കുറേ റിസർച്ച് ചെയ്തതിന് ശേഷം ആരാണ് പറയുന്നത്? എക്സ്പേർട്ടാണ് പറയണേ. സോ ഈ സേസ് എന്നുള്ള വെർബ് എക്സ്പേർട്സുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വെർബാണ്. എക്സ്പേർട്സ് എന്താണ്? പ്ലൂറൽ ആണ്. സോ സേസ് അല്ല, സേ ആണ്. മനസ്സിലായല്ലോ? സിമ്പിളായ ഒരു സെൻറ്റൻസ് ആണ്. 3 റൂളാണ്. വൺ ഓഫ് ദാന് ശേഷം എന്താണ് വരണ്ടേ? പ്ലൂറലാണ് വരണ്ടേ. റിലേറ്റീവ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാര്യങ്ങൾ വെർബായാലും പ്രൊനൗൺ ആയാലും ആൻറ്റിസിഡൻറ്റിനനുസരിച്ചിട്ടായിരിക്കും. സോ പ്ലൂറൽ ആയതുകൊണ്ട് അസോസിയേറ്റ്സ് അല്ല, അസോസിയേറ്റ് ആണ്. ഇവിടെ കാര്യം തിരിച്ചാണ് തന്നേക്കുന്നത്. സേസ് എക്സ്പേർട്ടും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പറയണത് എക്സ്പേർട്ടാണ്. ആക്ഷൻ ആരാണ് ചെയ്യണത്? എക്സ്പേർട്സ് ആണ് ചെയ്യുന്നത്. നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. സോ വെർബും പ്ലൂറൽ ആയിരിക്കും. സേ എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ ഗൈസ്? യെസ്.
അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. യെസ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി അപ്പോൾ നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫ്ലോയിലായിട്ടുണ്ടാവും. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ വീഡിയോ പോസ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം നിങ്ങൾ സ്വന്തമായിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൻസറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. യെസ്, all the students as well as the principal himself was present to welcome the chief guest. അല്ലേ, ചീഫ് ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ സ്റ്റുഡൻസും അതേപോലെ പ്രിൻസിപ്പളും അവിടെ പ്രസന്റ് ആയിരുന്നു. സിമ്പിളാണ്, നമ്മുടെ ഡയറക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ആസ് വെൽ ആസ് എന്നുള്ള ഫ്രേസ് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് 1 ആസ് വെൽ ആസ് സബ്ജക്റ്റ് 2, സബ്ജക്റ്റ് 1 ആസ് വെൽ ആസ് സബ്ജക്റ്റ് 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അലോങ് വിത്ത് ടുഗദർ വിത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഫ്രേസ് ആണിത്. ആർക്കനുസരിച്ചിട്ടായിരിക്കും ഈ ഹോൾ ഫ്രേസിന്, അതായത് സ്റ്റുഡൻസിനെയും പ്രിൻസിപ്പളിനെയും ടുഗദർ അത് രണ്ടും കൂടെ കൂടിയിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വെർബും പ്രൊനൗണും ആർക്കനുസരിച്ചിട്ടായിരിക്കും, സബ്ജക്റ്റ് 1 ആയ സ്റ്റുഡൻസിനനുസരിച്ചിട്ടായിരിക്കും. സോ വാസ് അല്ല, വേറെ ഡയറക്റ്റ് നമ്മുടെ റൂളിൻ്റെ അപ്ലിക്കേഷൻ ആണ്. ഈ റൂൾ അറിയാവുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. യെസ്, ആ ഫ്രേസസ് ഏതൊക്കെയാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ റൂൾസിൻ്റെ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാനത് പിന്നെയും എടുത്ത് പറയാത്തത്, എഴുതാത്തത്. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെഷൻ പോയി ചെക്ക് ചെയ്താൽ മതി. യെസ്, the WHO proved that one of the finest reflections on mental illness are now cured in various ways. WHO proved that one of the finest reflections on mental illness are now cured in various ways. ഓക്കെ, നോക്കിക്കോളൂ. പ്രൂവ് അല്ലേ, ആരാണ് പ്രൂവ് ചെയ്യുന്നത്? WHO ആണ് പ്രൂവ് ചെയ്യുന്നത്. പ്രൂവ് എന്ന് പറയുന്ന വെർബ് WHO ആയിട്ട് അസോസിയേറ്റഡ് ആണ്. സോ WHO സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. സോ പ്രൂവ് അല്ല, പ്രൂവ്സ് ആണ്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് റിഫ്ലക്ഷൻ, വൺ ഓഫ് ദാന് ശേഷം വരേണ്ടത് എന്താണ്? പ്ലൂറൽ നൗൺ ആണ്. റിഫ്ലക്ഷൻസ് പ്ലൂറൽ ആണ്. റിഫ്ലക്ഷൻസ് ഓൺ മെന്റൽ ഇൽനെസ്, നമുക്കറിയാം വൺ ഓഫ് ദ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് ആരാണ്? 1 ആണ്. അപ്പോൾ ഈ വൺ ഓഫ് ദ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന നൗൺ ആയാലും പ്രൊനൗൺ ആയാലും അത് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. സോ ആറല്ല, ഇറ്റ്സ് ആണ്. അത് സിംഗുലർ അല്ലാതെ ആവുന്ന സിറ്റുവേഷൻ ഏതാണ്? നമുക്ക് റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടെങ്കിൽ മാത്രമാണ് വൺ ഓഫ് ദ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 അല്ല സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ആൻറ്റിസിഡൻറ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യണത് ആൻറ്റിസിഡൻറ്റിനെ കുറിച്ചാണ്. പക്ഷേ ഇവിടെ ആൻറ്റിസിഡൻറ്റ് നമ്മുടെ റിലേറ്റീവ് പ്രൊനൗൺ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ആ ഒരാൾ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ 1 എന്താണോ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കണം. അപ്പോൾ 1 എന്നുള്ളതായിരിക്കും റിലേറ്റീവ് പ്രൊനൗൺ ഇല്ലാത്ത കേസസിലുള്ള സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയണത് 1മായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വെർബാണ്. സോ ആറല്ല, ഇസ് ആണ്. മനസ്സിലായല്ലോ? യെസ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.